ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാം നമുക്ക്. ബീഫ് ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ചാണ് ഉണ്ടാക്കണുള്ളൂ. ഇന്ന് ബീഫ് ഒരു 300 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പുപൊടി, കുരുമുളക് പൊടി ഒരു 1.25 സ്പൂൺ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. നമുക്കിത് ഒന്ന് തിരുമ്മിയിട്ട് കൈവച്ച് തിരുമ്മിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രൈ ആക്കാം. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതേ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5-6 വിസിലടിച്ചോട്ടെ. എന്നിട്ട് വെന്തിട്ടുണ്ടോ നോക്കാം നമുക്ക്. ബീഫ് വെന്തിട്ടുണ്ട്. നമുക്ക് അത് ഫ്രൈ ആക്കാം. ഞാനിപ്പോൾ ഒരു 1.5 സബോള, ചെറിയ സബോളയാണ്, ഒരു തക്കാളി, കറിവേപ്പില 2 തണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ബീഫിൽ നമ്മൾ ഉപ്പിട്ടിട്ടൊക്കെയാണ് വേവിച്ചേക്കണേ. ഇതൊന്ന് നന്നായി വഴന്ന് വരട്ടെ. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതൊരു പിടിയിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ മൊത്തത്തിൽ അടിച്ച് വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു 2 സ്പൂണായിട്ട് നോക്കാം നമുക്ക്, കണക്കാക്കിയിട്ടിട്ടുണ്ട്. സബോള വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ബീഫിൽ മുളകും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. 1 സ്പൂണ് 1.5 സ്പൂണ് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് ഉപ്പ്, 1 സ്പൂണ് ഇട്ടിട്ടുണ്ടായിരുന്നു. മല്ലിപ്പൊടി മാത്രമേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ ഇപ്പോൾ ഇതിലിടും. നമ്മൾ ബീഫ് ഇതിലേക്ക് കൊട്ടിയിട്ടുണ്ട്. മല്ലിപ്പൊടി ഞാൻ വിട്ടുപോയതാണ് മുന്നിടാനായിട്ട്. അപ്പോൾ ഒരു ചെറിയ 2 സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട്. ഇതിന് നന്നായി നമുക്ക് വരട്ടിയെടുക്കാം. കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇടാനുണ്ട്. അപ്പോൾ കുറച്ച് തേങ്ങാക്കൊത്തൊരു പിടിയിട്ടുണ്ട് കേട്ടോ. എരിവ് കുറവുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഞാൻ 1 സ്പൂൺ കൂടി മുളക് പൊടി ഇടുന്നുണ്ട്. കുരുമുളക് പൊടി ഇട്ടിട്ട് 1.25 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഒരു ഇല്ലെങ്കിൽ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. മസാലപ്പൊടി ഒരു സ്പൂണോളം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ കുറച്ചും കൂടി വറക്കാൻ നേരത്ത് ഞാനിടും. അപ്പോൾ ബീഫിൻ്റെ ഫ്രൈ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ.